ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 1199 ആണ്ട് മലയാള മാസം മീനം 31 തീയതി, ഇംഗ്ലീഷ് 2024 ഏപ്രിൽ മാസം 13 തീയതി ശനിയാഴ്ച രാത്രി 8:51 മകീരം നക്ഷത്രം 4-ാം പാദം കൊണ്ട് സൂര്യൻ്റെ മേട സംക്രമത്താലുള്ള വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണം കിട്ടും. ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ നല്ലതാണ്. അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അവർക്ക് ഈ വിഷുഫലത്താൽ നേടാൻ സാധിക്കും. ജനോപകാരപരമായ പ്രവർത്തികൾ മൂലം ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വിഷുഫലം സ്ഥാനമാനങ്ങൾ തരും. മേലാധികാരികളുടെ പ്രീതി ഇവർക്ക് ലഭിക്കും. നല്ല ഉന്നത അധികാര സ്ഥാനങ്ങളിൽ ഇവരെത്തിച്ചേരും. ഉന്നതമായ പദവികൾ ഇവരെ തേടി വരും. കുടുംബ ജീവിതത്തിൽ ഇവർക്ക് നല്ല ഫലം കിട്ടും. കുടുംബപരമായി ഇവർക്ക് നല്ല കാലമായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം കിട്ടും. പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ഉയർന്ന വരുമാനം ഇവർക്കുണ്ടാവും. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവർ നേടിയെന്നിരിക്കും. അവരൊട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല അത് കിട്ടുമെന്ന്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ചില കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. കുടുംബസുഖം കിട്ടും, ബന്ധുഗുണം ഉണ്ടാവും, സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് നേട്ടം ഉണ്ടാകും, കർമ്മഫലത്തിൽ ഇവർക്ക് പ്രവൃത്തി ഗുണം കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വിഷുഫലം അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭരണി നക്ഷത്രം മേടക്കൂറിലാണല്ലോ വരുന്നത്, ഇല്ലേ? അശ്വതി, ഭരണി, കാർത്തിക, കാലി ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഉദ്ദേശശുദ്ധിയോടെ പ്രവർത്തിച്ചാൽ ഇവർക്ക് നല്ല ഫലം കിട്ടാവുന്ന സമയമാണ്. പ്രവർത്തികളിൽ നല്ല ഉദ്ദേശം ആണ്. നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ഏത് രംഗത്തും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ഗുണം ഇവരെ തേടിയെത്തും. ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് വിഷുഫലമായി കിട്ടാവുന്നത്. ഇവരുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ ഇവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഇവരെ തേടിയെത്തും. ഈ വിഷുഫലം അതാണ് കാണിക്കുന്നത്. സാമ്പത്തികമായി ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ധനപരമായ ഉന്നതിയിലെത്തും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇവർക്ക് അനുകൂലമായ നിലപാടുണ്ടാവും. പ്രവൃത്തി വിജയമുണ്ടാവും. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഇവർക്ക് വിജയം ഉണ്ടാവും. കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം, ഇല്ലേ? കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. കുടുംബപരമായ വിഷയങ്ങളിൽ ഇവർ ഈ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധ കൊടുക്കും. കുടുംബകാര്യങ്ങൾ അലക്ഷ്യമായി ഇവർ കൈകാര്യം ചെയ്യില്ല. വളരെ നല്ല വിധത്തിൽ കൈകാര്യം ചെയ്യും. ഈ വിഷുഫലം ഭരണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും. ഇവർക്ക് ബന്ധുഗുണം ഉണ്ടാവും. അതേപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവും. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ഈ വിഷുഫലം വളരെയധികം ഗുണം ചെയ്യും. കാർത്തിക നക്ഷത്രം മേടക്കൂറിൽ വരുന്നതാണ്. കാർത്തിക കാൽപാദം, അതായത് 15 നാഴിക വരെയുള്ള കാർത്തിക കാലി മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വിഷുഫലം കാർത്തികക്കാർ കീർത്തി കേൾക്കാനിട വരും. കാർത്തിക കീർത്തി കേൾക്കും. ഈ വിഷുഫലം കൊണ്ട് ധനപരമായി നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും.
ധനപരമായി ഉയർച്ചയുണ്ടാവുന്ന കാര്യങ്ങളിൽ ഇവർ ചെന്ന് ഇടപെടും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്ന ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും കച്ചവട കാര്യങ്ങളിലും എല്ലാം ഇവർക്ക് നേട്ടങ്ങൾ പല വിധത്തിലുണ്ടാവും. കുടുംബപരമായി വളരെ സന്തോഷപ്രദമായ ഒരു കാലാവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ വിഷുഫലം കൊണ്ട്. ധനപരമായി ഇവർ നേട്ടങ്ങൾ കൊയ്യും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും. നേതൃത്വപരമായി ഉന്നതി ഉണ്ടാവും. അതായത് ചില കാര്യങ്ങളിലെല്ലാം നേതൃത്വത്തിലിരിക്കുന്നവർക്ക്, ചില സംഘടനയിൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നേതൃത്വപരമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ഈ വിഷുഫലം കൊണ്ട്. പൊതുപ്രവർത്തകർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന സമയമാണ്. പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയമാകാം, ജീവകാരുണ്യ പ്രവർത്തനമാകാം, അതുമല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക പ്രവർത്തനമാകാം. അങ്ങനെ പൊതുപ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ വിഷുഫലത്താൽ ഉണ്ടാകാൻ പോകുന്നത്. രോഹിണി നക്ഷത്രമാണ്. രോഹിണി ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. വിഷുഫലം രോഹിണിക്കാർക്ക് ഗുണകരമല്ല എന്ന് വിചാരിച്ച് രോഹിണി നക്ഷത്രക്കാർ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഗോചരവശാൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ മറികടക്കാൻ സാധിക്കും. നക്ഷത്രപരമായ കാര്യങ്ങൾ ഗോചരവശാല പറയുന്ന കാര്യങ്ങളാണ് ഈ വിഷുഫലത്താൽ പറയുന്നത്. ഒരു ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ദശാകാലമാണ്, നല്ല ദശയിൽ നല്ല അപഹാര സമയമാണ്, ഇങ്ങനെയുള്ള ഇവർക്ക് ചിലപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണങ്ങളുണ്ടായിന്ന് വരാം, ജാതക ഗുണം കൊണ്ട്. അപ്പോൾ ഗോചരവശാലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വിഷുഫലത്താൽ ഇവർക്ക് അത്ര ഗുണകരമല്ല. കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. എപ്പോഴും ഇവർ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഇവർ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ ഇവരുടെ മനസ്സിൽ കയറി വരും. ധനപരമായി ചില നഷ്ടങ്ങളും ഇവർക്ക് ഉണ്ടായിന്ന് വരാം. രോഗത്താൽ ഇവർ കഷ്ടപ്പെട്ടെന്ന് വരാം. ചിലവുകൾ വർദ്ധിക്കും. വരുമാനത്തിൽ കൂടുതൽ ചിലവ് അവർക്ക് ഉണ്ടായിന്ന് വരും. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? പരിഹാരമായിട്ട് വിഷ്ണു ഭഗവാന് അർച്ചന ചെയ്യുക. വിഷ്ണു ഭഗവാന് അർച്ചന അത് ഏത് ദിവസം പോയി ചെയ്യണം? മഹാവിഷ്ണുവിന് അർച്ചന വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് വിഷ്ണു ഭഗവാന് അർച്ചന ചെയ്താൽ ഇവരുടെ വിഷുഫലത്താൽ ഉണ്ടാകുന്ന ആ ദോഷാനുഭവത്തിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ടും. ഇവർക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അത്ര നേട്ടങ്ങളൊന്നും ഉണ്ടായിന്ന് വരില്ല. അടുത്തത് മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം ഇവർക്കും വിഷുഫലത്താൽ അത്ര ഗുണകരമല്ല കാര്യങ്ങൾ. വിഷുഫലം ഇവർക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെ ചില നഷ്ടങ്ങൾ ഈ മകീര നക്ഷത്രക്കാർക്കുണ്ടാവും. പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ ഉണ്ടാവും. കർമ്മ പുരോഗതി തടസ്സപ്പെടും. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ഇല്ലേ? പ്രവൃത്തിയിൽ ഇവർക്ക് ഗുണം കിട്ടൂല. അതാണ് കാണുന്നത്. നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഓർത്ത് ഇവർ വിഷമിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഓർത്തും വിഷമിക്കും, ചിലപ്പോൾ ചീത്ത കാര്യങ്ങൾ ഓർത്തും ഇവർ വിഷമിച്ചു കൊണ്ടേയിരിക്കും. ഇവർക്ക് ചെലവുകൾ വർദ്ധിക്കും. വരവിൽ കൂടുതൽ ചെലവുണ്ടാകും. വരും. സാമ്പത്തികമായി ഇവർക്ക് നഷ്ടങ്ങളും ഉണ്ടാകാം. വരുമാനത്തിൽ ഇവർക്ക് കുറവ് വരും. ഇപ്പോൾ പല വിധത്തിൽ വരുമാനം ഉണ്ടാവുമല്ലോ മകീര നക്ഷത്രക്കാർ. തൊഴിലിൽ നിന്ന് വരുമാനം ഉണ്ടാവും, കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാകും, ബിസിനസ്സിൽ നിന്നും വരുമാനം ഉണ്ടാകാം, അല്ലെങ്കിൽ വല്ല വളർത്തുമൃഗങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാകാം. ഇങ്ങനെയുള്ള വരുമാനങ്ങളിൽ കുറവുണ്ടാകാനാണ് സാധ്യത. ധനനഷ്ടം വന്നു സംഭവിക്കും. രോഗങ്ങൾ ഇടയ്ക്കിടെ ഇവരെ പിന്തുടരും. ഇപ്പം രോഗങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായിന്ന് വരാം. വ്യാപാര നഷ്ടമുണ്ടാവും. വ്യാപാരികൾക്ക്, വ്യാപാരം ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നവർക്ക് വ്യാപാര നഷ്ടങ്ങളും ഉണ്ടാകാൻ ഈ വിഷുഫലത്താൽ
മകീരം നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. ഇവർക്ക് ജാതകപരമായിട്ട് നല്ല ഗുണം വേറെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫലം ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ല ഫലം കിട്ടിയെന്നും വരാം. കാരണം ജാതകത്തിൽ ഇവർക്ക് നല്ല സമയമാണെങ്കിൽ ഇതിനെ മറികടക്കാൻ ആ ജാതകത്തിലെ ഗുണം കിട്ടും. ഇത് ഗോചരവശ ഫലമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സാമാന്യമായിട്ട് പറഞ്ഞത്. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ വിഷുഫലം ഗുണകരമല്ല. തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷുഫലം, അതായത് ഈ 2024 വിഷുഫലം ഗുണകരമല്ല. തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. ധനപരമായി ഇവർക്ക് ദോഷങ്ങൾ വന്നു സംഭവിക്കും. ചിലപ്പോൾ പൈസ കിട്ടാനുള്ളത് കിട്ടാണ്ട് വരാം, അല്ലെങ്കിൽ പൈസ കൊടുത്തത് തിരിച്ചു കിട്ടാതെ വരാം, അല്ലെങ്കിൽ ആരോടെങ്കിലും കടം ചോദിക്കുകയോ അല്ലെങ്കിൽ വായ്പക്ക് ശ്രമിക്കുകയോ ചെയ്തവർക്ക് അത് തടസ്സങ്ങൾ വന്നു ചേരാം. അങ്ങനെ ധനപരമായി പല വിധത്തിലും ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. ചെലവുകൾ ഇവർക്ക് വർദ്ധിക്കും, വരുമാനം കുറയുകയും ചെയ്യും. അപ്പോൾ ചെലവ് വർദ്ധിക്കും, വരുമാനം കുറയുകയും ചെയ്യും. അപ്പോൾ വരുമാനം കുറഞ്ഞ് ചെലവ് വർദ്ധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മനപ്രയാസം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ മനക്ലേശങ്ങൾ ഇവരെ പിന്തുടരും. കുടുംബത്തിൽ അത്ര നല്ല സമയം ആയിരിക്കില്ല. കുടുംബപരമായിട്ട് ഇവർക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന ഒരു സമയമല്ല ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക്. വിഷുഫലം കൊണ്ട് അവരുദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാൻ സാധിക്കാതെ വരും. അവരെ സംബന്ധിച്ച് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യാവുന്ന വഴിപാടുകൾ ചെയ്ത് വിഷ്ണുവിനും ശിവനും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാം. പ്രവൃത്തി ദോഷങ്ങൾ ഇവരെ പിന്തുടരും. ഇവരുടെ പ്രവൃത്തിയുടെ ആ ചില ദോഷങ്ങൾ ഇവർക്ക് വിനയായിട്ട് വരും. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അത്ര അനുകൂലമല്ല വിഷുഫലം. കൂടിയാലോചനകൾ നടത്താതെ ഒരു കാര്യവും ഇവർ ചെയ്യരുത്. ഈ തിരുവാതിര നക്ഷത്രക്കാർ, വ്യാപാരം ചെയ്യുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വ്യാപാര നഷ്ടത്തിന് ഇടവരും. ഇവരെന്താ ചെയ്യേണ്ടത്? ശിവനും വിഷ്ണുവിനും വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ആ ഈശ്വരാധീനം കിട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനെ മറികടക്കാം. പിന്നെ ജാതകത്തിൽ ഇവർക്ക് നല്ല സമയമാണെങ്കിൽ ഈ ഫലം മാറ്റിവെക്കാം. കാരണം ജാതകത്തിലെ ഗുണം ഇവർക്ക് കിട്ടും. ഇത് ഗോചരവശാലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണം ചെയ്യും, അവർക്ക് ഗുണകരമാവും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ സാധിക്കും, അത് നടക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. ചില ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും ചിലപ്പോൾ നടന്നു വരും. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ നടന്നു വരും. ഈ 2024 വിഷുഫലം കൊണ്ട് കാര്യ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അവർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, ഇല്ലേ? അപ്പം എന്താ ചെയ്യുക? തീർച്ചയായിട്ടും അവിടെ ആ തടസ്സങ്ങളെല്ലാം ഈ വിഷുഫലത്താൽ മാറിക്കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരും. പൊതുജന അംഗീകാരം കിട്ടും. പൊതുജനങ്ങളിൽ നിന്ന് ഇവർക്ക് അംഗീകാരം കിട്ടും. അതായത് പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ഇല്ലേ? അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അത് സാംസ്കാരിക പ്രവർത്തകരാകാം, രാഷ്ട്രീയക്കാരാകാം, അല്ലാതെ വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകാം. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഗുണകരമാണ് ഈ വിഷുഫലം. കൂട്ടു ബിസിനസ് ലാഭകരമാവും. ഈ പുണർദം നക്ഷത്രക്കാർ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിഷുഫലം കൊണ്ട്. വരുമാനം വർദ്ധിക്കും. വരുമാനം പല വിധത്തിൽ വരുമാനം ഉണ്ടാകും. ബിസിനസ് കൊണ്ടുള്ള വരുമാനം ഉണ്ടാകും, ജോലിയിലുള്ള വരുമാനം ഉണ്ടാകാം, ഭൂമിപരമായ വരുമാനം ഉണ്ടാകാം, കൃഷിപരമായിട്ടുള്ള വരുമാനങ്ങളുണ്ടാകാം. അങ്ങനെ അനവധി വരുമാനങ്ങൾ പലർക്കും ഉണ്ടായിന്ന് വരും.
ഇല്ലേ? അപ്പോൾ അതിലെല്ലാം ഇവർക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയുണ്ടാകും. ചിന്തിച്ച കാര്യങ്ങൾ പലതും നടക്കാനുള്ള അവസരമാണ് ഈ വിഷുഫലം കൊണ്ട് ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. നേരായ മാർഗത്തിൽ കൂടി ഇവർക്ക് പണം വന്നു ചേരും. നേരായ മാർഗത്തിൽ കൂടി പണം വരും. പിന്നെ ഒരു കാര്യം, ശത്രുദോഷം വരാതെ ഇവർ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ശത്രുക്കൾ ഇവരെ പിടിപെടാം, ശത്രുക്കൾ ഇവരെ പിടികൂടാം. തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഉയർച്ച ഉണ്ടാവുമ്പോൾ ചില അസൂയാലുക്കളായിട്ടുള്ള ചില ആൾക്കാരുണ്ടാവില്ല, അവർ നമ്മുടെ ശത്രുസ്ഥാനത്ത് നിൽക്കില്ലേ. അപ്പോൾ അങ്ങനെ ചില ശത്രുതയും ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഈ വിഷുഫലം കൊണ്ട്. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് 2024 വിഷുഫലം സർവവിധ ലാഭവും ലാഭനേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉന്നതമായ സ്ഥാനമാന ലബ്ധികളും ഇവർക്ക് വരും. സർവലാഭ ഫലം ഇവർക്കുണ്ടാവും. പല വിധത്തിലുള്ള ലാഭങ്ങൾ ഇവർക്കുണ്ടാകാം. അഭീഷ്ട കാര്യങ്ങൾ ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകാം. അഭീഷ്ട കാര്യങ്ങൾ, അതായത് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അത് നടക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ആരോഗ്യം ഗുണകരമാണ് ഇവർക്ക്. ആരോഗ്യപരമായി പൊതുവെ ഗുണകരമായ ഒരു കാലാവസ്ഥയായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. ആരോഗ്യപരമായിട്ട് ഗുണമാണ്. നല്ലപോലെ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല വിജയമുണ്ടാവും. ആലോചിക്കാതെ എടുത്തിയാടി ചില കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ അതിൽ ദോഷം ഉണ്ടായെന്ന് വരാം. എന്നാൽ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല വിജയം ഇവർക്കുണ്ടാവും. കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവും. അതായത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പൂയം നക്ഷത്രക്കാർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകും. ഇവർക്ക് ധന നേട്ടങ്ങളുണ്ടാകും. ദുർചിന്തകൾ മനസ്സിൽ നിന്നും അകന്നു പോകും. ഇവരുടെ മനസ്സൊന്ന് ക്ലിയർ ആവും. പല വിധത്തിൽ ദുർചിന്തകൾ കൊണ്ടു നടക്കുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ ഈ പൂയം നക്ഷത്രക്കാർക്ക് ആ ചിന്തകളിൽ നിന്നും അവർക്ക് മോചനം കിട്ടും. പൊതുപ്രവർത്തകർക്ക് ഗുണമാണ്. പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അതായത് രാഷ്ട്രീയക്കാർ, സാംസ്കാരിക പ്രവർത്തകർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ പ്രവൃത്തി ചെയ്യുന്നവർ അല്ലെങ്കിൽ പൊതുകാര്യ പ്രവൃത്തി ചെയ്യുന്നവർക്കൊക്കെ പൊതുപ്രവർത്തകരായ പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ ഗുണകരമാണ്. ആയില്യം നക്ഷത്രമാണ്. ഈ വിഷുഫലം ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണകരമാകും. അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നേടാൻ സാധിക്കും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും അവരെ തേടിയെത്തും. അവർക്കത് നേടിയെടുക്കാൻ സാധിക്കും. കുടുംബത്തിൽ സുഖം കിട്ടും. കുടുംബ സമാധാനമുണ്ടാകും. ബന്ധുമിത്രാദികളുടെ സഹകരണം ഇവർക്കുണ്ടാകും. ബന്ധുക്കളുമായി നല്ല സഹവർത്തിത്വം ചെയ്യാൻ ഈ വിഷുഫലത്താൽ ആയില്യം നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള സമയങ്ങളാണ് വരാൻ പോകുന്നത്. കൃഷിയിൽ നിന്നും ഇവർക്ക് വരുമാനം കൂടുതൽ കിട്ടും. ഇപ്പോൾ വരുമാനം ലാഭകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷിയാണെങ്കിൽ തന്നെയും അതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു വരുമാനം ഇവർക്ക് കിട്ടാനുള്ള അവസരം വരും. ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. നാഗങ്ങളെ ഇവർ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. നാഗ വഴിപാടുകൾ ഇവർ നടത്തുന്നതും വളരെ നല്ലതാണ്. നടക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ നടക്കും. ഇവരെ സംബന്ധിച്ച് നടക്കാതെ ഇരിക്കുന്ന പല കാര്യങ്ങൾ അത് നടക്കാനുള്ള സാധ്യത ഈ വിഷുഫലത്താൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ
ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാവുന്ന ഒരു അവസരം വരും ഈ വിഷുഫലം കൊണ്ട്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളുടെയും തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടാൻ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വിഷുഫലം കൊണ്ട് സാധിക്കും. മകം നക്ഷത്രം, സൽപ്രവർത്തികളിൽ നിന്നും നല്ല ഫലം കിട്ടും. മകം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് നല്ല ഫലമായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇവരുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, അതായത് സൽപ്രവർത്തികൾ ഇവർക്ക് ഗുണകരമായി മാറും. അഭീഷ്ട കാര്യങ്ങൾ പലതും ഇവർക്ക് നടക്കും. അതായത് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ തടസ്സപ്പെട്ടുകൊണ്ട് കിടക്കുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഭീഷ്ടപരമായ അത് നടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഈ വിഷുഫലം കൊണ്ട്. ധനപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. ധനപരമായി നേട്ടം അത് പല വിധത്തിൽ കൂടി ഉണ്ടാകാം. ഏത് വിധത്തിലാണെങ്കിലും ഇവർക്ക് ധനപരമായി നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. പ്രവൃത്തി ഗുണം കിട്ടും. അതായത് ഇവരുടെ പ്രവർത്തികൾ ഇവർക്ക് ഗുണകരമാവും. കാര്യവിജയം ഉണ്ടാവും. കാര്യങ്ങൾക്ക് വിജയമുണ്ടാവും. കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും. കുടുംബസുഖം കിട്ടും. കുടുംബഭദ്രതയുണ്ടാകും. ബന്ധുഗുണം കിട്ടും. സുഹൃത്ത് ഗുണം കിട്ടും ഇവർക്ക്. അതേപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾ കിട്ടാനുണ്ടെങ്കിൽ അതും ഇവർക്ക് ഈ വിഷുഫലം കൊണ്ട് മകം നക്ഷത്രക്കാർക്ക് കുടുംബ സ്വത്ത് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ഇവർ ശിവഭജനം നടത്തുന്നത് വളരെ നല്ലതാണ്. പൊതുപ്രവർത്തനം അത്ര ശുഭകരമല്ല ഇവരെ സംബന്ധിച്ച്. എന്നാൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഇവർക്കിടയുണ്ട്. തൊഴിൽപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. ചെയ്യുന്ന തൊഴിലിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. മനസ്സുഖം കിട്ടും. നല്ല മനസ്സുഖം, അതായത് മനസ്സ് ക്ലിയർ ആവും ഇവർക്ക്. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അംഗീകാരം കിട്ടും. ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അത് ലോകം അവർ അംഗീകരിക്കും. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അംഗീകാരം കിട്ടും. എന്നാൽ ഇവരുടെ കുടുംബത്തിൽ ദാമ്പത്യ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർ ശിവഭജനം നടത്തുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞത്. അപ്പം ദാമ്പത്യ കലഹം ഉണ്ടാകാതെ നോക്കണം ഈ മകം നക്ഷത്രക്കാർ. ഈ വിഷുഫലമായിട്ട് ഇവർക്കുണ്ടാവുന്ന ചിലപ്പോൾ ഭൂരിഭാഗവും ഇവർക്ക് നല്ല ഫലവും അല്പം ചില ചീത്ത ഫലവും ഈ മകം നക്ഷത്രക്കാർക്ക് ഉണ്ടായിന്ന് വരും. പൂരം നക്ഷത്രം, ഈ പൂരം നക്ഷത്രക്കാർ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. വിഷുഫലത്താൽ ഇവർക്ക് ഗുണം കിട്ടും. ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് ഗുണങ്ങളുണ്ടാവും. കാര്യതടസ്സങ്ങൾ ഇവർക്ക് മാറിക്കിട്ടും. ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അത് നേടാൻ ഇവർക്ക് സാധിക്കും. നേരത്തെ ചെയ്ത് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈ വിഷുഫലം കൊണ്ട് പൂരം നക്ഷത്രക്കാർക്ക്. അടുത്ത ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് സഹായം കിട്ടും. അതായത് ബന്ധുജന ഗുണം കിട്ടുമെന്ന്. അത് ബന്ധുക്കളുടേതായ ആൾക്കാരിൽ നിന്ന് ഇവർക്ക് ബന്ധുഗുണം ഉണ്ടാവും, പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളിൽ നിന്ന്. കച്ചവടപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. കച്ചവടത്തിൽ നിന്ന് ലാഭമുണ്ടാകും ഈ പൂരം നക്ഷത്രക്കാർക്ക്. പല കാര്യങ്ങളും ഇവർ വിചാരിക്കാത്ത സമയത്ത് തന്നെ ചിലപ്പോൾ നടന്നെന്ന് വരും. പല കാര്യങ്ങളും വിചാരിക്കാത്ത സമയത്ത് തന്നെ ഇവർക്ക് നേടാൻ സാധിക്കും. വരവ് ചെലവുകൾ നിയന്ത്രിച്ചു പോകും. ഇവരൊരു ഇത് വെക്കും, അതായത് വരവ് ചെലവുകൾ നിയന്ത്രിച്ചു പോകാനായിട്ടുള്ള അവസരം വരും ഈ പൂരം നക്ഷത്രക്കാർക്ക് വിഷുഫലത്താൽ. ആരോഗ്യപരമായി ഗുണകരമാണ് ഇവർക്ക്. പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ ഗുണകരമാണ്.
എന്നാൽ ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ പൂരം നക്ഷത്രക്കാർക്ക് ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ പൂരം നക്ഷത്രം ചിങ്ങക്കൂറിലാണല്ലോ വരുന്നത്. ചിങ്ങക്കൂറിൻ്റെ 7 കുംഭത്തിലാണ് ശനി നിൽക്കുന്നത്. 7 എന്താണ്? ഭാര്യസ്ഥാനമല്ലേ? അപ്പോൾ ആ കളത്രസ്ഥാനത്ത് പാപഗ്രഹം നിൽക്കുകയാണ് ഈ ഗോചരവശാൽ. അപ്പോൾ വിഷുഫലത്താൽ ചിന്തിച്ചാലും വിഷുഫലത്താൽ ഗോചരപരമായിട്ട് ചിന്തിക്കുമ്പോൾ 7 നിൽക്കുന്ന ശനി ദാമ്പത്യ കലഹങ്ങൾ, ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് കാണുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ നല്ലതാണ്. 2024 വിഷുഫലം ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഇവർക്ക് ബഹുമാനങ്ങൾ കിട്ടും. ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ ഇവർക്ക് ബഹുമാനങ്ങൾ, സ്ഥാനമാനങ്ങൾ, അതേപോലെ തന്നെ ചില ഉന്നത നേതൃത്വപരമായി ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് ചെന്നെത്താൻ സാധിക്കും. ധനപരമായി ഉയർച്ച ഉണ്ടാവും. ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവും. നല്ല കാര്യവിജയം ഉണ്ടാവും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കും. കാര്യവിജയം ഉണ്ടാകും. പ്രവൃത്തി ഗുണങ്ങൾ ഉണ്ടാകും. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് നല്ല ഗുണങ്ങൾ കിട്ടാൻ അവസരം വരും. ഭൂമിപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും. ഭൂമിപരമായ നേട്ടങ്ങൾ. അപ്പോൾ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വിൽക്കാൻ സാധിക്കും. അങ്ങനെ ഭൂമിപരമായ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും. ഇനി ഭൂമി വിറ്റിട്ട് വേറെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ഈ വിഷുഫലത്താൽ നടക്കാവുന്നതാണ്. എന്നാൽ ഭാര്യാഭർത്തൃബന്ധം ഗുണകരമായി എന്ന് വരില്ല. വീട് പണി തുടങ്ങാൻ കഴിയും. വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും, അല്ലെങ്കിൽ തുടർന്ന് പോകുവാനും, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന വീടുപണി തുടർന്ന് ചെയ്യുവാനും, അല്ലെങ്കിൽ പുതിയതായി വീടുപണി തുടങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ നടക്കാം. ഇവർക്ക് ഈശ്വരപ്രീതി വർദ്ധിക്കും. ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഈശ്വരപ്രീതി ഈ വിഷുഫലത്താൽ വർദ്ധിക്കും. ക്ഷേത്രകാര്യങ്ങളിൽ ഇവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അതായത് ക്ഷേത്രപരമായ കാര്യങ്ങളിൽ, ദൈവികപരമായ കാര്യങ്ങളിൽ എല്ലാം ഇവർക്ക് വളരെയധികം ശ്രദ്ധയുണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഈ വിഷുഫലം കൊണ്ട് ഉത്രം നക്ഷത്രക്കാർക്ക്. അത്തം നക്ഷത്രം. ഈ അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലമായിട്ട് അത്ര ഗുണകരമായ അവസ്ഥയായിരിക്കില്ല. വിഷുഫലം എല്ലാവർക്കും ഗുണം ചെയ്യുന്നു ഇല്ലല്ല. ഗുണം ചെയ്യുമോ? ഇല്ല. 27 നക്ഷത്രക്കാർക്ക് ഒരേപോലെ ഗുണം കിട്ടിയെന്ന് വരില്ല, ഇല്ലേ? ചില നക്ഷത്രങ്ങൾക്ക് ഗുണം കിട്ടും, ചില നക്ഷത്രക്കാർക്ക് ഗുണം കുറയും, ചില നക്ഷത്രക്കാർക്ക് ഗുണം കുറയുന്നതല്ല, അതോടൊപ്പം ദോഷങ്ങളും ഉണ്ടാകുകയും ചെയ്യും. അതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. പ്രവർത്തികളിൽ ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. ഉണ്ടാകാം. ഇവർ എന്ത് പ്രവൃത്തി ചെയ്താലും ചിലപ്പോൾ അവിടെ തടസ്സങ്ങൾ ഇവരുടെ മുമ്പിൽ വരും. എന്ത് കാര്യത്തിനും മുന്നോട്ടിറങ്ങുമ്പോൾ അപ്പോഴും അവിടെ ചില തടസ്സങ്ങൾ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇവർക്ക് തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജന വിരോധം ഉണ്ടാവും. ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. ബന്ധുജന വിരോധം ഇവർക്ക് ഉണ്ടായിന്ന് വരാം. അത് കൂടാതെ ബന്ധുജനങ്ങളുമായി കലഹിക്കാനും ഇവർക്ക് ഇടവരും. ഈ
അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അപമാനങ്ങൾ ഉണ്ടായിന്ന് വരും. അപകീർത്തികരമായ കാര്യങ്ങൾ ഇവർക്ക് വന്ന് സംഭവിക്കും. മനക്ലേശമുണ്ടാകും. അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലത്താൽ മനക്ലേശമുണ്ടാകും. കുടുംബ ക്ലേശമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടായിന്ന് വരില്ല. ശത്രുദോഷം ഇവർക്ക് വർദ്ധിക്കും. ശത്രുക്കളുടെ ദോഷം ഇവർക്കുണ്ടാവും. ഈ നക്ഷത്രക്കാർ ഈ ദോഷാനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണുവിന് വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ്. ഇത് വിഷുഫലത്താൽ ദോഷാനുഭവങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജാതകപരമായിട്ട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടാനും വഴിയുണ്ട്. ജാതകപരമായിട്ട് ഇവർക്ക് നല്ല സമയമാണ്, ജാതകത്തിൽ നല്ല ദശാകാലമാണ്, ആ ദശാകാലത്തിൽ തന്നെ നല്ല ഗ്രഹത്തിൻ്റെ അപകാരകാലമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ ഇത് ചിലപ്പം മറികടക്കാൻ സാധിച്ചെന്ന് വരും. വിഷുഫലത്താൽ ഉണ്ടാകുന്ന സാമാന്യമായ ഫലമാണ് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പം വിഷുഫലത്താൽ ഗോചരമായി നിങ്ങൾക്ക് ഈ അത്തം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല കാലം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് ഈ വിഷുഫലത്താൽ അത്തം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു. നിങ്ങൾ വിഷ്ണു ഭജനം നടത്തുക, വിഷ്ണുവിന് വഴിപാട് നടത്തുക, വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ച ദിവസങ്ങളിൽ എങ്കിലും ഒന്ന് ചൊല്ലുന്നത് വളരെയധികം ഉത്തമമാണ്. ചിത്തിര നക്ഷത്രം 2024 വിഷുഫലം ചിത്തിര നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല. ഇവർക്ക് വിഷുഫലത്താൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാം. ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് നേട്ടങ്ങൾ കുറയും. വിചാരിക്കാതെ ഉള്ള ചില പെട്ടെന്നുള്ള ചില തടസ്സങ്ങളും ഇവർക്ക് അനുഭവത്തിൽ വരും. ബന്ധുജന വിരോധം ഇവർക്ക് ഏൽക്കേണ്ടതായിട്ട് വരും. അവരുടെ സ്വന്തക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കാരിൽ നിന്നോ എല്ലാം ഇവർക്ക് വിരോധങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. അപമാനങ്ങൾ ഇവർക്കുണ്ടാകും. അപമാനം ഉണ്ടാകും. മനക്ലേശം ഇവർക്കും വന്നു സംഭവിക്കും. സ്വാഭാവികമാണല്ല. പ്രശ്നങ്ങളൊന്നും നടക്കാതെ വരും. മറ്റു കാര്യങ്ങളൊന്നും നടക്കാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മനക്ലേശമല്ലേ ഉണ്ടാകുന്നത്. കുടുംബ സ്വസ്ഥത കുറയും. കുടുംബത്തിൽ സ്വസ്ഥത കിട്ടില്ല. ശത്രുദോഷം നേരിടേണ്ടതായിട്ട് വരും. ഇല്ലേ? കാലക്കേട് വരുമ്പോഴാണല്ലോ എല്ലാവരും കൂടി വന്ന് നമ്മളെ പിടിക്കണേ എന്ന് പറഞ്ഞ പോലെ. നല്ല സമയമാണെങ്കിൽ ഒരു ശത്രുക്കളും നമ്മളുടെ അടുത്ത് എടുക്കില്ല. പക്ഷെ കാലം മോശമാണെങ്കിൽ ശത്രുക്കൾ വരെ നമ്മളെ ആക്രമിക്കും. അപ്പോൾ ശത്രുദോഷം ഏൽക്കേണ്ടതായി വരും. കാര്യങ്ങൾക്ക് മുന്നോട്ടിറങ്ങിയാൽ ഏത് കാര്യത്തിനാണെങ്കിലും അവിടെ ചില തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ വരും. വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. അതായത് വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചായിരിക്കുള്ളൂ ചില കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നത്. കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. എപ്പോഴും മനക്ലേശത്തിന് ഇടവരാൻ സാധ്യതയുണ്ട്. ഇവരെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവരെ സംബന്ധിച്ച് ജാതകത്തിൽ വല്ല ഗുണമുണ്ടെങ്കിൽ ഇവർക്ക് ജാതക സംബന്ധമായി നല്ല സമയമാണെങ്കിൽ ഇതിനെ മറികടക്കാൻ സാധിക്കും ഇവർക്ക്. അപ്പോൾ ഗോചരവശാൽ വിഷുഫലം കൊണ്ടുണ്ടാവുന്ന നക്ഷത്രഫലമാണ് ഞാൻ ഈ പറയുന്നത്. വിഷ്ണുവിനെയും ദേവിയെയും ഭജിക്കുകയും അതേപോലെ തന്നെ വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ ഇവരുടെ ദോഷാനുഭവങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ടാൻ സാധ്യതയുണ്ട്. ചോതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുദോഷങ്ങൾ ഏൽക്കാനിട വരും. 2024 വിഷുഫലം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണം കിട്ടിയെന്ന് വരില്ല.
അങ്ങനെ ഗുണം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണം കിട്ടുമെന്ന് എനിക്ക് പറയാനും പറ്റില്ല. ചില നക്ഷത്രക്കാർക്ക് ഗുണം കിട്ടും, ചില നക്ഷത്രക്കാർക്ക് ഗുണം കുറയും, ചില നക്ഷത്രക്കാർക്ക് ഗുണം കൂടും, ചില നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായി അതായത് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളും വന്ന് സംഭവിക്കാം. എന്നാൽ ഇവിടെ ചോതി നക്ഷത്രക്കാർക്ക് 2024 വിഷുഫലം അത്ര ഗുണകരമല്ല എന്നാണ് കാണുന്നത്. ഇവർക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടാവും. കഷ്ടകാലം വരുമ്പോൾ ശത്രുക്കളും വന്ന് നമ്മളെ കൂടൂല്ലേ, നമ്മളെ ആക്രമിക്കൂല്ലേ എന്ന് പറഞ്ഞ പോലെ ശത്രുവിനെ നേരിടാൻ നമുക്ക് സാധിക്കാതെ വരും. അപ്പം ശത്രുദോഷം ഏൽക്കാനിട വരും. മനക്ലേശങ്ങൾ ഉണ്ടാകും. വിചാരിക്കാത്ത പല കാര്യങ്ങളും മനസ്സിലിങ്ങനെ കടന്ന് മനക്ലേശങ്ങൾ ഉണ്ടാക്കും. കാര്യതടസ്സമുണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. എന്ത് കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും എന്ത് കാര്യത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയാലും അവിടെയെല്ലാം തടസ്സങ്ങൾ ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിനെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാൻ ദൈവികമായ പ്രീതിയാണ് ഇവർ നേടേണ്ടത്. കുടുംബത്തിൽ സ്വസ്ഥത കുറയും. കുടുംബപരമായിട്ട് ഇവർക്ക് സ്വസ്ഥത ഉണ്ടാകില്ല. ബന്ധുക്കൾ തന്നെ ഇവരുടെ ശത്രുക്കളായി മാറിയെന്ന് വരും. ബന്ധുക്കൾ തന്നെ ശത്രുക്കളാകും. എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം ചെയ്തവൻ ഈ സമയത്ത് ഇവരെ തിരിഞ്ഞടിക്കും. നമ്മ ഗുണം ചെയ്തവനാണ്, അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ ആപത്ത് കാലത്ത് അവനെ സഹായിച്ചിട്ടുണ്ട് എന്നൊന്നും അവൻ കരുതില്ല. നമുക്കിപ്പോൾ ഒരു മോശം സമയം വന്നപ്പോൾ അവൻ നമ്മളെ തിരിഞ്ഞടിക്കും, അല്ലെങ്കിൽ തിരിഞ്ഞു കുത്തും. തൊഴിൽപരമായി തടസ്സങ്ങൾ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും തൊഴിലിൽ ചെയ്യാൻ പറ്റാതെ വരും. കർമ്മരംഗത്ത് ദോഷങ്ങൾ ഉണ്ടാവും. കർമ്മ പുരോഗതി ഉണ്ടാകില്ല. ധനപരമായ നഷ്ടങ്ങൾ ഇവർക്കുണ്ടാവും. ധനപരമായി കിട്ടേണ്ട പല കാര്യങ്ങളും ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇനി കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചു കിട്ടാനും സാധ്യത കുറവാണ്. ബന്ധുജനങ്ങളുടെ വിരോധം ഏൽക്കാനും ഇവർക്ക് ഇടവരും. ഇതെന്താ ചെയ്യേണ്ടത്? ഇതിന് പരിഹാരമായിട്ട് ചോതി നക്ഷത്രക്കാർ, ഒരു തുലാക്കൂറാണ് ചോതി നക്ഷത്രം ഇല്ലേ? അപ്പം അവിടെ ചോതി നക്ഷത്രക്കാർ ഗണപതിയെയും ദേവിയെയും ഭജിക്കുകയും ഗണപതിക്ക് വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തണം. തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന പുഷ്പാഞ്ജലി നടത്തണം, വിഘ്നഹര പുഷ്പാഞ്ജലി. ദേവിക്ക് കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം. ഭദ്രകാളി ദേവിക്ക് കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി, വിഘ്നേശ്വരന് വിഘ്നേശ്വര പൂജയോ വിഘ്നഹര പുഷ്പാഞ്ജലിയോ നടത്തി ഈ വിഷുഫലത്താലുള്ള ദോഷങ്ങളിൽ നിന്നും ഇവർ മുക്തി നേടണം. ഇത് വിഷുഫലം ഗോചരപരമായി വിഷുഫലം ആണ് ഞാനിവിടെ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ജാതകത്തിൽ നല്ല സമയമാണ്, ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല ദശാകാലമാണ്, അല്ലെങ്കിൽ നല്ല ദശയിൽ നല്ല അപഹാരമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും ദോഷാനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി കിട്ടും. കാരണം നല്ല ജാതകപരമായിട്ട് നല്ല സമയമാണെങ്കിൽ ഈ ഗോചരപരമായിട്ടുള്ള ഫലങ്ങൾക്ക് അവിടെ തടസ്സങ്ങൾ വരും. അപ്പം അതുകൊണ്ട് അതിൽ നല്ലതാണെങ്കിൽ പിന്നെ ഇതിനെ മാറ്റിവെക്കാം. ഈ ദോഷങ്ങളൊന്നും കണ്ടില്ല എന്ന് വരും, കിട്ടിയില്ല എന്ന് വരും. അതല്ല ജാതകത്തിൽ ദോഷമാണെങ്കിൽ ഗോചരവശാലും ദോഷങ്ങൾ വരുമ്പോൾ അത് നമ്മളെ പിടികൂടും. അപ്പം അതിനു വേണ്ടിയാണ് ഭദ്രാളി ദേവിക്കും ഗണപതി ഭഗവാനും വിഘ്നേശ്വരനും ഞാൻ വഴിപാടുകൾ പറയുന്നത്. അത് നിങ്ങൾ നടത്തിയാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടും. വിശാഖ നക്ഷത്രം. ഈ വിശാഖ നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യും. വിശാഖ നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യും. ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും നേടാൻ ഇവർക്ക് സാധിച്ചെന്ന് വരും, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നേടാനും സാധിക്കും. സൽകീർത്തി ഇവർക്കുണ്ടാവും. ഇവർ കീർത്തി കേൾക്കും. ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും. ലോക ബഹുമാനാദികൾ ഇവർക്ക് കിട്ടും.
സ്ഥാനമാനങ്ങൾ കിട്ടും. ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും. ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് ഈ വിശാഖം നക്ഷത്രക്കാർക്ക്. ഈ വിഷുഫലമായിട്ട് ഉദ്ദേശിച്ച പല കാര്യത്തിലും കാര്യവിജയം ഇവർക്കുണ്ടാവും. ജനപ്രീതികരമായി ഇവർക്ക് ഗുണം കിട്ടും, അതായത് ജനപ്രീതി കിട്ടും. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ്. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ്. ഇവർക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ കിട്ടാൻ അവസരം വരും. ഏത്? ഈ വിഷുഫലത്താൽ. വിശാഖം നക്ഷത്രക്കാർക്ക് വിഷുഫലം താൽ വിശേഷപ്പെട്ട സമ്മാനങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട്. വസ്ത്രാഭരണങ്ങൾ കിട്ടും, വസ്ത്രങ്ങൾ കിട്ടും, ആഭരണങ്ങൾ കിട്ടും. ഈ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കിട്ടും. കുടുംബത്തിൽ ഇവർക്ക് സമാധാനം ഉണ്ടാകും. കുടുംബപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് നല്ല ഫലം കിട്ടും. പ്രവർത്തികൾ ഓരോന്നോരോന്നായി ഇവർക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. നല്ല പ്രവർത്തികളിലൂടെ ഇവർക്ക് വിജയകരമായി ഉന്നതിയിലെത്താൻ സാധിക്കും. കാര്യങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം ഇവർക്ക് മാറിക്കിട്ടും. നേരത്തെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെല്ലാം ഇവർക്ക് മോചനം കിട്ടും. എപ്പോഴും ഇവർ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഈ വിഷുഫലം കൊണ്ട്. കുടുംബസുഖമുണ്ടാകും ഇവർക്ക്. അനിഴം നക്ഷത്രക്കാർക്ക് കുടുംബസുഖമുണ്ടാകും. ശത്രുക്കൾ ഇവർ ഒഴിഞ്ഞു പോകും. ശത്രുക്കൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകും. ധനപുഷ്ടി ഉണ്ടാകും, അതായത് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും. കച്ചവടക്കാർക്ക് ധനലാഭമുണ്ടാകും. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന പ്രവർത്തികളിൽ പ്രവർത്തി ഗുണം കിട്ടും. സ്ഥാനമാനലബ്ധി ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് സ്ഥാനമാനലബ്ധികളെല്ലാം ഉണ്ടാവും. ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും. ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും. തൊഴിൽപരമായി ഉന്നതിയിലെത്താനും ഈ വിഷുഫലം അനിഴം നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരം വരും. അപ്പം പൊതുവെ നോക്കുമ്പോൾ 2024 വിഷുഫലം അനിഴം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് എന്ന് പറയാം. തൃക്കേട്ട നക്ഷത്രം. വിഷുഫലം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യവിജയം ഉണ്ടാക്കിത്തരും. 2024 വിഷുഫലം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാക്കിത്തരും. അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാനിടയുണ്ട്. തുടങ്ങിവെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കും. ഇപ്പൊ പെരപണി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. പുരപണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുരപണി തുടങ്ങാൻ സാധിക്കും. വസ്തു വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു വാങ്ങാൻ സാധിക്കും. ഇതെല്ലാം വിഷുഫലത്താൽ, അതായത് ഗോചരപരമായി വിഷുഫലത്താൽ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് ഈ ഗോചരവശാൽ ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ സാമാന്യമായ ഫലമാണ് പറയുന്നത്. പിന്നെ ഇവരുടെ ജാതകത്തിൽ ഇവർക്ക് എന്താണെന്നും കൂടി നോക്കിയാലേ ഇതിൻ്റെ മൊത്തം തീരുമാനങ്ങൾ പറയാൻ പറ്റുള്ളൂ. എന്നാൽ സാമാന്യമായി പൊതുവെ നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ്. കർമ്മ പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്ത് ഇവർക്ക് വിജയിക്കാൻ സാധിക്കും. തടസ്സങ്ങൾ നീങ്ങി കാര്യലാഭം ഉണ്ടാകും. എന്ത് കാര്യനേട്ടങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാലും അവിടെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ ഈ വിഷുഫലത്താൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിച്ചെന്ന് വരും. ശത്രുദോഷങ്ങൾ ഇവർക്ക് ഒഴിഞ്ഞു പോകും. ശത്രുക്കളിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ടും. ശത്രുക്കൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകും. മനക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകും. അതായത്
മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ, അതായത് ഇതേവരെയും ഉള്ള കാര്യങ്ങളിൽ ഇവർ ദുഃഖം അനുഭവിക്കുന്നവരായിരുന്നെങ്കിൽ ഈ 2024 വിഷുഫലം കൊണ്ട് ഇവർക്ക് അതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പം ആ മനക്ലേശങ്ങൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഇവർ വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും ഇവർക്ക് നടന്നെന്ന് വരും. ബന്ധുജനങ്ങൾ ഇവരെ സഹായിക്കും. ബന്ധുമിത്രാദികളുടെ സ്നേഹ ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും. ബന്ധുജനങ്ങളുമായി ഇവർ സഹകരിക്കും. സുഹൃത്തുക്കളുമായി നല്ല വിധത്തിൽ സുഹൃത്ത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 2023 വിഷുഫലം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. അവർക്ക് വിഷുഫലം കൊണ്ട് 2024 വിഷുഫലം കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. മൂലം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ബഹുമാനങ്ങൾ ഇവരെ തേടിയെത്തും. പൊതുപ്രവർത്തകർക്ക് വളരെയധികം ഗുണമാണ്. പൊതുപ്രവർത്തകരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകരാണ്, ഇല്ലേ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ഇത് ചെയ്യുന്നവർ പൊതുപ്രവർത്തകരല്ലേ? സാംസ്കാരികപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരും പൊതുപ്രവർത്തകരല്ലേ? അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ബഹുമാനാദികൾ കിട്ടാൻ ഇടവരും. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തും. ജനപ്രീതി കിട്ടും ഇവർക്ക്. ജനങ്ങളിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാൻ ഇടവരും. ജനപ്രീതി കിട്ടും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടക്കും. ഇവർ നല്ല നടക്കുമെന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ധനപരമായി ഉയർച്ചയുണ്ടാകും എന്നർത്ഥം. കാര്യവിജയങ്ങൾ ഉണ്ടാകും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ഗൃഹ സംബന്ധമായി മോടികൂട്ടുന്ന കാര്യങ്ങൾ, അത് വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇവർക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ഗുണങ്ങൾ ഇവർക്ക് കിട്ടും. സാമ്പത്തികമായി ബന്ധുജനങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. സുഹൃത്തുക്കൾ പലരും ഇവരെ നല്ല വിധത്തിൽ സഹായിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 2024 വിഷുഫലം മൂലം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമാണ്. പൂരാടം നക്ഷത്രം 2024 വിഷുഫലത്താൽ പൂരാടം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ശ്രേഷ്ഠമാണ്. അവർ ഉന്നതിയിലെത്തും. അവർ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. ഈ 2024 വിഷുഫലം ഗോചരപരമായി ഇവർക്ക് വിഷുഫലം ഗുണപരമാണ്. സാമ്പത്തികമായ ഇവർ ഉയർച്ചയിലെത്തും. സാമ്പത്തിക സ്രോതസ്സുകൾ ഇവർക്കുണ്ടാവും. ബഹുജനങ്ങളിൽ നിന്നും ഇവർക്ക് അംഗീകാരം കിട്ടും. അത് പൊതുപ്രവർത്തകരായാലും ഇനി പൊതുപ്രവർത്തകരല്ലെങ്കിലും എന്ത് കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തന്നെയും അവർക്ക് ബഹുജനങ്ങളുടെ അംഗീകാരം കിട്ടും. സമ്മാനങ്ങളും അതേപോലെയുള്ള ആഡംബര വസ്തുക്കളും ഇവരെ തേടിയെത്തും. ഈ 2024 വിഷുഫലം കൊണ്ട് പൂരാട നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ ഇടവരും. ഇവരെ സംബന്ധിച്ച് ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും. ആരോഗ്യത്തിൽ അത്ര ദോഷാനുഭവങ്ങളൊന്നും ഉണ്ടാകില്ല. സ്ഥാനമാനലബ്ധി ഉണ്ടാവും. ചിലർക്ക് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. അതായത് ജോലിയിൽ പ്രമോഷൻ കിട്ടും. ജോലി സംബന്ധമായി തൊഴിലിന് നേട്ടങ്ങളുണ്ടാവും. കുടുംബസുഖം കിട്ടും. കുടുംബത്തിൽ സുഖം കിട്ടും.
പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞാണ്, പൊതു കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടും. ശത്രുദോഷം ഇവരിൽ നിന്നും അകന്നു പോകും. ശത്രുദോഷം ഇവർക്ക് ഏൽക്കില്ല. ബന്ധുജന സൗഹൃദം ഇവർക്കുണ്ടാവും. ബന്ധുജനങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടും, അല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും. കർമ്മ പുരോഗതി ഉണ്ടാകും. ഇവരെ സംബന്ധിച്ച് പ്രവർത്തികളിൽ ഇവർക്ക് ഗുണമുണ്ടാകും, കർമ്മത്തിൽ ഇവർക്ക് ഗുണം കിട്ടും. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ പൂരാടം നക്ഷത്രക്കാർക്ക് 2024 വിഷുഫലം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഉത്രാടം നക്ഷത്രക്കാർക്ക് 2024 വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ ഇവർക്ക് വിഷുഫലം വളരെയധികം ഗുണം ചെയ്യും. ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെയധികം ഗുണം കിട്ടുന്ന സമയമായിരിക്കും. വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും ഇവർക്ക് പെട്ടെന്ന് നടന്നെന്ന് വരും. അവർ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ കാര്യം നടക്കുമെന്ന്. അവർ വിചാരിക്കാത്ത സമയത്തും കാലത്തും പെട്ടെന്ന് അവർ വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നടന്നെന്ന് വരും. പണസംബന്ധമായി ഇവർ ഉയർച്ചയിലെത്തും. ഏത് ഈ 2024 വിഷുഫലത്താൽ പണസംബന്ധമായി ഇവർ ഉയർച്ചയിലെത്താവുന്ന സമയമാണ്. അംഗീകാരങ്ങൾ ഈ ഉത്രാടം നക്ഷത്രക്കാരെ തേടിയെത്തും. തൊഴിൽ രംഗത്ത് ചില സ്ഥാനചലനങ്ങൾ ഉണ്ടായിന്ന് വരും. തൊഴിൽ രംഗത്ത് സ്ഥാനചലനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഗുണത്തിലെത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അത് നേട്ടങ്ങളാ ഉണ്ടാക്കുള്ളൂ. ഉന്നത സ്ഥാനമാനാദികൾ ഇവർക്ക് കിട്ടും. ഉന്നത സ്ഥാനലബ്ധികൾ ഉണ്ടാകും. ജനങ്ങളിൽ നിന്നും അംഗീകാരം ഇവർക്ക് കിട്ടും. കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ് ലാഭത്തിലെത്തിക്കാൻ സാധിക്കും. നേരത്തെ നഷ്ടത്തിലോടുന്ന ബിസിനസ്സാണെങ്കിൽ ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷുഫലമായിട്ട് അത് ഗുണകരമാകാനുള്ള സാധ്യതയാണ് വരുന്നത്. ബന്ധുജന ഗുണമുണ്ടാകും. ബന്ധുജനങ്ങൾ ഇവരെ സഹായിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് സഹായങ്ങൾ കിട്ടും. അയൽക്കാരുമായി നല്ല സൗഹൃദം നിലനിൽക്കും. അയൽക്കാരുമായി ഇവർക്ക് നല്ല സൗഹൃദം നിലനിന്നു പോകും. എപ്പോഴും ഇവർക്ക് മനസ്സ് നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് വരും. അതായത് മനസ്സ് ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടു പോകില്ല. മനോനിയന്ത്രണം എന്ന് പറയാൻ. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവൊരുക്കുണ്ടാവും. മനോനിയന്ത്രണം ഉണ്ടാവും. ദുഷിച്ച വിചാരങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോകും. ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട്. അപ്പം വിഷുഫലം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം 2024 വിഷുഫലം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ഉണ്ടാക്കിത്തരും. തിരുവോണം നക്ഷത്രക്കാരാണ്. 7.5 ശനിയുടെ സമയമുള്ളവരാണ്. 7.5 ശനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ ആ ഗോചരവശപരമായിട്ട് ചിന്തിക്കുമ്പോൾ വിഷുഫലമാണെങ്കിൽ തന്നെയും വിഷുഫലം അത്ര ഗുണപ്രദമല്ല. എല്ലാ നക്ഷത്രക്കാർക്കും 27 നക്ഷത്രക്കാർക്കും വിഷുഫലം ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ 27 നക്ഷത്രക്കാർക്കും റോക്കറ്റ് പോലെ അങ്ങോട്ട് ഉയർന്നു പോകുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പറയുന്നവരുണ്ടാകാം, പക്ഷെ ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. അത് ജ്യോതിഷപരമായി കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തന്നെ ദോഷമാണെങ്കിൽ ദോഷമെന്ന് പറയും, ഗുണമാണെങ്കിൽ ഗുണമെന്ന് പറയും. അപ്പം ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരവും പറഞ്ഞു തരും. അപ്പം ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ 7.5 ശനിയുടെ സമയമാണ്. ശനി എവിടെ നിൽക്കുകയാണ്? ഇവർക്ക് കുംഭൻ രാശിയിലല്ലേ ശനി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരം ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം, ഗോചര ഫലമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ജാതകത്തിൽ ഇവർക്ക് ഗുണം ആണെങ്കിൽ
നല്ല ദശാകാലമാണ്. ദശാകാലത്ത് നല്ല ശുഭഗ്രഹങ്ങളുടെ അപഹാരങ്ങളൊക്കെയാണ് നടക്കുകയാണെങ്കിൽ ഈ ഫലം നമുക്ക് കിട്ടില്ല. അതായത് ചീത്ത ഫലം നിങ്ങൾക്ക് കിട്ടില്ല, നമുക്ക് നല്ല ഫലം തന്നെ കിട്ടും അജാതകപരമായിട്ട്. അപ്പോൾ ഗോചരഫലം അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ജാതകം നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ. ഞാനിപ്പോൾ കോമൺ ആയിട്ട് സാമാന്യമായിട്ടല്ലേ ഓരോ നക്ഷത്രക്കാരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അവരുടെ എല്ലാം ജാതകം കൊണ്ടൊന്ന് നോക്കിയിട്ട് എനിക്ക് വിഷുഫലം പറയാൻ പറ്റുമോ? പറ്റൂലല്ല. അപ്പോൾ കോമൺ ആയിട്ട്, അതായത് സാമാന്യമായിട്ട് 27 നക്ഷത്രക്കാർക്ക് ഗോചരപരമായി വിഷുഫലം എങ്ങനെ ചെയ്യും, ഗുണം കിട്ടുമോ ദോഷം കിട്ടുമോ എന്ന് പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അത് സത്യസംബന്ധമായിട്ട് ഞാനിതുവരെ പറയുകയാണ്. അപ്പോൾ തിരുവോണംകാരെ സംബന്ധിച്ച് അവർക്കത്ര ഗുണമല്ല. ജാതകത്തിൽ ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതക ഗുണം ഇവർക്ക് കിട്ടും. കാര്യങ്ങൾക്ക് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായ തടസ്സങ്ങൾ ഇവർ നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ തൊഴിൽ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പെട്ടെന്ന് ചിലപ്പോൾ പോയെന്ന് വരും. ജോലിയിൽ തട്ട് കിട്ടും. 7.5 ശനിക്കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്ന കാര്യം ഇതാണ്. 7.5 ശനിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളോ തൊഴിൽ തന്നെ ഇല്ലാണ്ടാകുന്ന അവസ്ഥയോ ഉണ്ടാകാറുണ്ട് പൊതുവെ നോക്കിയാൽ. അപ്പോൾ ഇവിടെ വിഷുഫലമായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോഴും അത്ര ഗുണകരമല്ല. ഇവർക്ക് തൊഴിൽപരമായി ദോഷങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ വിരോധങ്ങൾ ഇവർക്ക് ഏൽക്കേണ്ടതായിട്ട് വരും. ഇല്ലേ? അത് സാമാന്യമായ ഒരു കാര്യമാണ്. നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ഇല്ലേ? നമുക്കൊരു ദോഷ സമയമാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അവർ പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണ്? നമ്മൾ തന്നെ. നമ്മുടെ നേടലും നമ്മളും മാത്രം ഉണ്ടാവും. ഇല്ലേ? നമ്മുടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ സ്വന്തം ഭാര്യ പോലും മക്കൾ പോലും ചിലപ്പോൾ നമ്മുടെ കൂടെ നിന്നവരില്ല. അത് നമ്മുടെ സമയം അതാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കാനോ തോന്നുള്ളൂ. അപ്പം ബന്ധുജനങ്ങളുടെ വിരോധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കലഹങ്ങൾ പലതും വരും. പോലീസിൽ കേസ്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരിക, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുക, അടിപിടിയുണ്ടാകുക, തല്ലി ബഹളം കുട്ടീശ്വരം, ഇതേപോലെയുള്ള വാക്ക് തർക്കങ്ങളിലൊക്കെ ചെന്ന് പെടും ഈ 7.5 ശനിക്കാലത്ത്. അതുകൊണ്ട് ഈ വിഷുഫലമായിട്ടും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഒരു സമയമല്ല വരാൻ പോകുന്നത്. ശരീരത്തിൽ മുറിവുകൾ വരെ ഇവർക്ക് ഉണ്ടായെന്ന് വരാം. അപകട സാധ്യത ഉണ്ടാകാം. വണ്ടിയൊക്കെ ഓടിക്കുന്നവർ സൂക്ഷിച്ച് ഓടിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തിരുവോണം നക്ഷത്രക്കാർ മാത്രമല്ല കേട്ടോ, ഈ 7.5 ശനി അനുഭവിക്കുന്ന ഒട്ടുമിക്കർക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഗോചരപരമായിട്ട് വിഷുഫലമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം? നമുക്ക് നേരിടണ്ടേ? പരിഹാരമായിട്ട് ശാസ്താവിനെ ഭജിക്കണം. എല്ലാ ശനിയാഴ്ചകളിലും പോയി ശാസ്താവിനെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എള്ളുതിരി മേടിച്ച് വെച്ചിട്ട് ഭഗവാനെ എൻ്റെ ശനിദോഷങ്ങൾ മാറ്റണേ എന്നും പറഞ്ഞ് അവിടെ വെച്ചിട്ട് സലോം പറഞ്ഞു പോന്നിട്ട് കാര്യമില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം? ആ എള്ളുതിരി കൈ പിടിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഭഗവാനോട് പറയാ, ഭഗവാനെ ഈ എള്ളുതിരി കത്തിത്തീരുന്നത് പോലെ എൻ്റെ ശനിദോഷങ്ങളെല്ലാം കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായി നെഞ്ചുരുകി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇടത്തോട്ട് 3 പ്രാവശ്യം ആ എള്ളുതിരി നിങ്ങളുടെ മുഖത്തിനൊന്ന് ഒഴിയണം. ആ എള്ളുതിരി കത്തുന്ന ആ മണം നിങ്ങളൊന്ന് ശ്വസിക്കണം. എള്ള് ശനീശ്വരൻ്റെ ധാന്യമാണ്. എള്ളെണ്ണ ശനീശ്വരൻ്റെ എണ്ണയാണ്. അപ്പം ആ എള്ളെണ്ണ കത്തുന്ന മണവും എള്ള് കത്തുന്ന മണവും ഒക്കെ നമ്മളൊന്ന് ശ്വസിക്കുക. 3 പ്രാവശ്യം ഇടത്തോട്ടൊന്ന് ഒഴിയുക.
ഒഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈ എള്ള് തിരി കത്തിത്തീരുന്നത് പോലെ ഭഗവാനെ ശനീശ്വര, എൻ്റെ ശനിദോഷങ്ങളെല്ലാം കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ ശനി നമ്മളെ വിട്ടൊഴിയും. അപ്പം ഈ വിഷുഫലത്താൽ നിങ്ങൾക്ക് ശനിയുടെ ദോഷങ്ങൾ മൂലമുണ്ടാകുന്ന ആ ഗോചരപരമായി ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും. അപ്പം തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ വിഷുഫലം ഗുണകരമല്ല. എന്നാൽ അവർക്ക് ജാതകപരമായിട്ട് അവർക്ക് വളരെയധികം ഗുണങ്ങളുള്ള ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലത്തിനെ നമുക്ക് മാറ്റിവെക്കാം. ജാതകഫലം നമുക്ക് കിട്ടും. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് 2024 വിഷുഫലം. ചില നക്ഷത്രക്കാർക്ക് ഗുണമുണ്ടാവും, ചില നക്ഷത്രക്കാർക്ക് ദോഷവും ഉണ്ടാവും. അങ്ങനെ ദോഷം ഉണ്ടാവുന്ന നക്ഷത്രങ്ങളിൽ പെട്ടാണ് ഈ അവിട്ടം നക്ഷത്രം. ഇവർക്ക് ഏഴരശ്ശനിയുടെ സമയവും കൂടിയാണ്. അവിചാരിതമായി ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. അവിചാരിതമായ പല തടസ്സങ്ങളും ഉണ്ടാകും. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം, അപകടങ്ങൾ ഉണ്ടാകാം, കേസുകൾ ഉണ്ടാകാം, പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. അതല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളിൽ കൂടി അടിപിടി ഉണ്ടാവും. പണനഷ്ടം ഉണ്ടാകും. എത്ര പൂട്ടിവെച്ച പണമാണെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിന്ന് വരും. സ്ത്രീകൾ മുഖാന്തരം ഇവർക്ക് അപമാനം സഹിക്കേണ്ടി വരും. ആവശ്യമില്ലാത്ത ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ഇവർ ചെന്ന് ചാടും. ചില ദുഷ്ചിന്തകൾ ഇവരുടെ മനസ്സിൽ വന്നു കൂടും. ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ അവസരം വന്നെന്ന് വരും. അതായത് സ്വദേശം വിട്ട് വിദേശത്ത് പോയി താമസിക്കാൻ അവസരം വരും. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് വരും. സാമ്പത്തികമായി ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നേടാൻ ഇവർക്ക് സാധിച്ചെന്ന് വരില്ല. രോഗങ്ങൾ ഇവരെ പിടികൂടും. തൊഴിലിൽ മാറ്റം ഉണ്ടാകും. തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും. കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക്, ഇവർക്കെല്ലാം വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ജാതകം കൂടി നോക്കിയിട്ടാണ് ഇതിൻ്റെ നല്ല ഫലം പറയാൻ പറ്റുള്ളൂ. ഞാനിത് സാമാന്യമായ പൊതുവെ കാര്യങ്ങൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ജാതകപരമായിട്ട് ഇവർക്ക് നല്ല സമയമാണെങ്കിൽ ഇത് മാറ്റിവെക്കാം. ഇത് നമ്മളെ ബാധിക്കില്ല. അപ്പം ഈ ഏഴരശനിയുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ശനീശ്വര ഭജനം നടത്തണം. അത് മസ്റ്റാണ്. ശനീശ്വരന് ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി എള്ളുതിരി മേടിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം? എള്ളുതിരി മേടിച്ച് കത്തിച്ച് കൈ പിടിച്ചുകൊണ്ട് ഭഗവാനോട് പറയാ, ശനീശ്വര ഭഗവാനെ, എൻ്റെ ശനിദോഷങ്ങളെല്ലാം ഈ എള്ളുതിരി കത്തുന്നത് പോലെ കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായി നെഞ്ചുരുകി പ്രാർത്ഥിക്കുക ഭഗവാനോട്. എന്നിട്ട് ആ എള്ളുതിരി കത്തിക്കുമ്പോൾ കയ്യിലിരുന്ന് കത്തുന്ന ആ എള്ളുതിരി മൺചിരാതിലോ ഒക്കെ ആയിരിക്കുമല്ലോ എള്ളുതിരി നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം ആ എള്ള് കത്തുന്ന തിരി ഒന്ന് മുഖത്തിന് ഇടത്തോട്ടൊരു 3 പ്രാവശ്യം ഒന്ന് ഒഴിയുക. 3 പ്രാവശ്യമെങ്കിലും ഇടത്തോട്ടൊന്ന് ഒഴിയുക. ഒഴിയുമ്പോൾ ആ എള്ള് കത്തുന്ന മണം, എള്ളെണ്ണ കത്തുന്ന മണം, ശനീശ്വരൻ്റെ ധാന്യമാണ് എള്ള്, തിലമാണ്, അതായത് എണ്ണയാണ് എള്ളെണ്ണ. അത് കത്തുന്ന ആ മണം നമ്മളൊന്ന് ശ്വസിക്കുക. അങ്ങനെ ശ്വസിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ ശനീശ്വര, ഈ എള്ളുതിരി കത്തുന്നത് പോലെ എൻ്റെ ശനിദോഷങ്ങളെല്ലാം കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ വെക്കുക, ഭഗവാനെ വെക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ആവർത്തിക്കുക. അതോടൊപ്പം പക്കപ്പിറന്നാളിന് ശനീശ്വര പൂജ നടത്താം. അത് ധർമ്മശാസ്താവിന്, അയ്യപ്പനെയൊക്കെ ശനീശ്വര പൂജ നടത്താം. ആണ്ട് പിറന്നാളിന്, അതായത് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താം. ആണ്ട് പിറന്നാളിന് നവഗ്രഹ ദോഷശാന്തി പൂജ ഇതാണ്. പിന്നെ ദിവസവും ഓം ശനീശ്വരായ നമ, ഓം ശനീശ്വരായ നമ, ഓം ശനീശ്വരായ നമ എന്ന് ഒരു 27 ആവർത്തിയെങ്കിലും ചൊല്ലണം. 27 അല്ലെങ്കിൽ 54 അല്ലെങ്കിൽ 108 ഇത് നിങ്ങൾ ഉരുക്കഴിക്കണം. ശനീശ്വരായ നമ എന്ന്. അതേപോലെ തന്നെ ശനീശ്വര മന്ത്രമുണ്ട്, ഒരു 4 വരിയാണ്.
ഓം നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഞാൻ ഒന്നും കൂടി പറയാം. നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനിമന്ത്രം ഒരു 27 പ്രാവശ്യമെങ്കിലും രാവിലെ ഒന്ന് ചൊല്ലണം. വൈകിട്ടും ചൊല്ലാം. പക്ഷെ ഉച്ചക്ക് മത്സ്യമാംസങ്ങൾ കഴിച്ചുകൊണ്ട് സന്ധ്യക്കിരുന്ന് ഏത് മന്ത്രം ചൊല്ലിയാലും ഫലിക്കില്ല. അത് പൊതുവേ ഉള്ളൊരു കാര്യമാണ്. ആൾക്കാർ പറയും ഉച്ചക്ക് മത്സ്യമാംസങ്ങൾ കഴിച്ചുകൊണ്ട് വൈകുന്നേരം നമ്മൊന്ന് കുളിച്ചാൽ പോരെ, തലയിൽ കുറേ വെള്ളം കോരി ഒഴിച്ചെന്ന് വെച്ച് വയറ്റിൽ കിടക്കണ ആ മത്സ്യമാംസങ്ങൾ ദഹിച്ച് കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് അബദ്ധമാണ്. അങ്ങനെ ചെയ്യരുത്. രാവിലെ കുളിച്ച് റെഡിയാ. അപ്പം രാത്രി വേണമെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. നേരം വെളുത്ത് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ദഹിച്ച് തീർന്നു പോയിട്ടുണ്ടാവും. ഇല്ലേ? കുളിച്ച് ശുദ്ധമായിട്ട് മലവിസർജനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ശരീരശുദ്ധിയോടുകൂടി രാവിലെ ഇരുന്ന് ചൊല്ലാം. വൈകുന്നേരം ചൊല്ലണ്ട. പിന്നെ അതുപോലെ മാംസാഹാരങ്ങൾ കഴിക്കാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഈശ്വരനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാന്നേ. അല്ലാണ്ട് ഈശ്വരനെ ഇന്ന സമയത്ത് മാത്രം വിളിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല. ഇല്ലേ? ഈശ്വരനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. നമ്മുടെ ദൈവമാണ്, നമ്മുടെ മനസ്സിലുണ്ട്. അത് നമുക്ക് പ്രകടിപ്പിക്കാം എപ്പോൾ വേണമെങ്കിലും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ വിളിക്കുന്നത് പോലെ ശനീശ്വരനെ വിളിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ദോഷങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്താൽ ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് അവരുടെ 7.5 ശനിയിൽ നിന്നും അവർക്ക് മുക്തി കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ അവർക്ക് ഗുണം കിട്ടും. ഈ ഈ വിഷുബലം ഗോചരപരമായി വരുന്ന ഈ വിഷുബലം ചിലപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. കാരണം ജാതകത്തിൽ അവർക്ക് ഗുണമുണ്ടെങ്കിൽ. ഇത് സാമാന്യമായി പറയുന്ന കാര്യമാണ്, ഗോചരപരമായി പറയുന്ന കാര്യമാണ്. ഈ 27 നക്ഷത്രക്കാരുടെയും കോടാനുകോടി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ജാതകം ഒത്തു നോക്കിയിട്ട് ഒരു വിഷുഫലം പറയാൻ ഏതെങ്കിലും ഒരു ജ്യോത്സ്യന് കഴിയുമോ? പറ്റില്ല. അവനെന്താ പറയണത്? ഗോചരപരമായി വരുന്ന നക്ഷത്രഫലമാണ് അവർ പറയണത്. അല്ലാതെ എല്ലാവരും നക്ഷത്രം കൊണ്ടൊന്ന് വെച്ച് നോക്കി അതിന് ഫലപ്രാപ്തി പറയാനും അതിന് വഴിപാട് നേരെ പറയാനും ഒക്കെ പറ്റുമോ? ആ കൊണ്ടും പറ്റില്ല. പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് സാമാന്യമായി ഈ അവിട്ട നക്ഷത്രക്കാർക്കുണ്ടാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ദോഷാനുഭവങ്ങൾ തീരാൻ ഞാനീ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. ചതയം നക്ഷത്രം 2024 ചതയം നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യില്ല. ഇത് അവിട്ട നക്ഷത്രക്കാർക്ക് പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് ഈ ചതയം നക്ഷത്രക്കാർക്കും. ഇവരെല്ലാം കുംഭക്കൂറിൽ വരുന്നവരാണ്. അവിട്ടം പകുതിയാ കുംഭക്കൂറിൽ വരുള്ളൂ, പകുതി മകരക്കൂറിലാണ്. എന്നാലും ഇവർക്ക് മൊത്തത്തിൽ ഈ അവിട്ട നക്ഷത്രക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും ഒക്കെ 7.5 ശനി സമയമാണ്. അപ്പൊ ചതയ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലമായി ഗോചരപരമായി അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോഴും അത്ര ഗുണകരമല്ല. 7.5 ശനിയാണ് മുന്നിൽ നിൽക്കുള്ളൂ. അപ്പൊ 7.5 ശനി ദോഷം ഇവർ അനുഭവിച്ച് തീരണം. അവരുടെ 7.5 ശനി എന്ന് പറഞ്ഞാൽ 7.5 കൊല്ലമാണ്. അപ്പൊ അപകടങ്ങൾ ഉണ്ടാതെ ഇവർ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാകാം. അത് വാഹനത്തും കൊണ്ട് മാത്രം അപകടങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഇരുന്നാലും ചിലപ്പോൾ ഒന്ന് കാല് തെറ്റി, ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു കാല് തെറ്റി വീഴാം. കുളിമുറിയിലൊന്ന് കാല് തെറ്റി വീഴാം. അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും കാലൊന്നും ഉടക്കി അവിടെ വീഴാം. ഈ 7.5 ശനി ദോഷമുള്ളവർക്ക് മിക്കവർക്കും വരുന്ന അപകടങ്ങൾ ഇതാണ്. ഞാൻ ഒത്തിരി ആൾക്കാരുടെ അനുഭവം ഉള്ളതിൻ്റെ പേരിലാണ് പറയുന്നത്. 7.5 ശനിക്കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയൂ. അങ്ങനെ പറയുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ വിളിച്ച്. അപ്പോൾ എൻ്റെ പലരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഈ അവിട്ടം നക്ഷത്രക്കാർക്കും ഈ ചതയം നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഒക്കെ 7.5 ശനി സമയമാണ്. അപ്പം ഞാനിവിടെ പറയുന്നത് ചതയ നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം വിഷുഫലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് 7.5 ശനി സമയം തന്നെയാണ്. ഗോചരപരമായിട്ടാണല്ലോ വിഷുഫലം പറയണമെങ്കിലും ഗോചരപരമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇവർക്ക് ജാതകത്തിൽ വേറെ ഗുണമുണ്ടെങ്കിൽ നല്ല സമയമാണെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ ഏറ്റില്ല എന്ന് വരും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ
ഈ അവിട്ട നക്ഷത്രക്കാർക്ക് കർമ്മവിഘ്നങ്ങൾ ഉണ്ടാകാം, കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം, മേലാധികാരികളിൽ നിന്നും വിരോധങ്ങൾ ഏൽക്കാം, ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് വരും, ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, പോലീസ് കേസ്, കോടതി, അതുകൂടാതെ ചില ദുഷിച്ച പ്രവർത്തികളിലൊക്കെ ചെന്ന് ചാടാം, പണനഷ്ടങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, കച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം, പക്ഷികളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാം, മുറിവുണ്ടാകാം, മൃഗങ്ങളിൽ നിന്നും പശുക്കളിൽ നിന്നും ഉപദ്രവങ്ങളും ഇവർക്കുണ്ടാകാം. ആർക്ക്? ഈ ചതയം നക്ഷത്രക്കാർക്ക്, 7 ശനി അനുഭവിക്കുന്നവർക്ക്. അപ്പൊ വിഷുഫലം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഗുണകരമല്ല. അപ്പൊ അതിനെന്താണ് പരിഹാരം? 7 ശനി ദോഷം മാറുന്നതിന് വേണ്ടി ഇവർ ചെയ്യേണ്ടത് ശനീശ്വര ഭജനം നടത്തണം, ശനീശ്വരനെ ഭജിക്കണം. ശനീശ്വരൻ, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഇവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ എള്ളുതിരി വെറുതെ മേടിച്ച് അവിടെ വെച്ചിച്ച് കത്തിച്ച് സലാം പറഞ്ഞ് പോന്നിട്ട് കാര്യമില്ല. എള്ളുതിരി മേടിച്ച് കൈ പിടിച്ചുകൊണ്ട് ഭഗവാനോട് നല്ല പോലെ എള്ളുതിരി കത്തിച്ച് കൈ പിടിച്ച് കാണിച്ചിട്ട് ഭഗവാനോട് പറയാ, ഭഗവാനെ ശനീശ്വര, എൻ്റെ ശനിദോഷങ്ങളെല്ലാം ഈ എള്ളുതിരി കത്തിത്തീരുന്നത് പോലെ കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് മനസ്സുരുകി ശനീശ്വരനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ആ എള്ളുതിരി കത്തുന്ന ആ മണം നിങ്ങൾ ഒന്ന് ശ്വസിക്കുക. എള്ള് കത്തുന്ന മണം, എള്ളെണ്ണ കത്തുന്ന മണം ഒന്ന് ശ്വസിക്കണം. അതിന് 3 പ്രാവശ്യം മുഖത്തിന് ഒന്ന് ഇടത്തോട്ടൊഴിയുക. ഇടത്തോട്ട്, നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട കാര്യങ്ങളെല്ലാം ഇടത്തോട്ടാണ്. ഇടത്തോട്ടൊഴിയണം. നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതൊക്കെ ഇടത്തോട്ടും നമ്മളിലേക്ക് വരേണ്ടതൊക്കെ വലത്തോട്ടും ഒഴിയണം. മനസ്സിലായോ? അപ്പൊ ഇടത്തോട്ടൊരു 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അതവിടെ വെക്കാം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത് ചെയ്യാം. നിങ്ങളുടെ പക്കപ്പിറന്നാളിന് നിങ്ങൾക്ക് ശനിദോഷം മാറുന്നതിന് ശനീശ്വര പൂജ നടത്താം. അതിനൊന്നും അധികം കാശൊന്നും വരില്ല. ശനീശ്വര പൂജ നടത്തുന്നതിന് ശനീശ്വരന് എള്ള് നിവേദിക്കാം, ശനീശ്വരന് എള്ള് പായസം നിവേദിക്കാം, ശനീശ്വരന് നീലപ്പട്ടോ കറുത്തപ്പട്ടോ സമർപ്പിക്കാം, ശനീശ്വരന് ഉടയാട സമർപ്പിക്കാം. ആണ്ട് പിറന്നാളിന് നിങ്ങളുടെ ദോഷങ്ങൾ എല്ലാം മാറുന്നതിന് വേണ്ടി, എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താം. നവഗ്രഹ ക്ഷേത്രങ്ങൾ, നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താം. ഇതെല്ലാം ഈ ശനിദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ചതയ നക്ഷത്രക്കാർക്ക് പൊതുവേ 7 ശനി നിൽക്കുന്നതിൻ്റെ പേരിലും മറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല എന്നാണ് കാണുന്നത്. ദോഷങ്ങൾക്ക് പ്രാർത്ഥനയും വഴിപാടും നടത്തി അതിൽ നിന്നും മുക്തി നേടാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണകരമാണ്. അവരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും. ധനപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഇതിൽ പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതിയുടെ കാര്യമാണ് പറയണത്. അതിൽ കുംഭക്കൂറിൽ നിൽക്കുന്ന പൂരുരുട്ടാതിക്കാർക്ക് ഈ ഗുണം കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പൊ പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിലല്ലേ വരുന്നത്. അപ്പൊ മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ഗുണമാണ്, മറ്റവർക്ക് ദോഷവും ചെയ്യും. കുംഭക്കൂറിൽ വരുന്നവർക്ക് ഇവർക്ക് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും. ധനപരമായി നേട്ടങ്ങളുണ്ടാകും, കാര്യവിജയങ്ങളുണ്ടാകും, കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, സ്ഥാനമാനങ്ങൾ ഇവർക്ക് കിട്ടും, കുടുംബത്തിൽ സുഖമുണ്ടാകും, കച്ചവട സംബന്ധമായി ഇവർക്ക് ലാഭമുണ്ടാകും, മനസുഖം കിട്ടും, ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും, ജനപിന്തുണ ഇവർക്ക് കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും, മേലാധികാരികളിൽ നിന്നും പ്രശംസ കിട്ടും, അധികാരലബ്ധി ഉണ്ടാകും. ഇതെല്ലാം ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്
2024 വിഷുഫലത്താൽ ഉണ്ടാവുന്ന ഗോചരഫലമാണ്. അത് സാമാന്യമായ വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവരുടെയും ജാതകം ഒത്തുകൊണ്ടെന്ന് ആ ജാതകത്തിൽ ഇപ്പോൾ ഉള്ള എന്ത് കാര്യമാണ് നോക്കിയിട്ട് അതും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ഫലം പറയാൻ ആർക്കും സാധിക്കില്ല, ഇല്ലേ? ഗോചരപരമായുള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. ജാതക കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആ ജാതകം നമ്മളുടെ കാര്യം നമ്മുടെ അടുത്ത് വേണ്ടേ? അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ എല്ലാം ജാതകം നോക്കിയിട്ട് ഗോചരഫലം പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഗോചരഫലമായിട്ട് നക്ഷത്രങ്ങൾക്കുണ്ടാവുന്ന കാര്യങ്ങളാണ് വിഷുഫലമായിട്ടും പറയുന്നത്. അപ്പോൾ വിഷുഫലമായി പറയുന്ന കാര്യങ്ങൾ ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ച് മൊത്തത്തിൽ വിഷുഫലം അവർക്ക് ഗുണകരമാണ്. ഉത്രട്ടാതി നക്ഷത്രം ഇവർക്ക് വിഷുഫലം നല്ല ഫലം തരുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇവർക്ക് വിഷുഫലം നല്ല ഫലം തരുന്നതാണ്. കാര്യനേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. കാര്യനേട്ടങ്ങൾ ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, ധനനേട്ടങ്ങൾ ഉണ്ടാകും, പ്രശംസ ഇവർക്ക് കിട്ടും, ഉന്നത വിജയം ഉണ്ടാകും, ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കും, ബന്ധുജന സഹായം കിട്ടും, മാതൃഗുണം കിട്ടും, നേതൃത്വപരമായിട്ടുള്ള ഗുണം ഇവർക്കുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഉത്രട്ടാതി നക്ഷത്രവും മീനക്കൂറിലാണ് വരുന്നത്. അപ്പം കുംഭക്കൂറിൻ്റെ 2ലാണ് ശനി. കുംഭക്കൂറിൻ്റെ 2ലല്ലേ വരുന്നത്, ഇല്ലേ? അപ്പോൾ ഇവർക്ക് 7.5 ശനി സമയമാണ്. എന്നിരുന്നാലും ഗോചരപരമായിട്ട് ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നത്. 7.5 ശനിയുടെ ഫലം ചിലപ്പോൾ ഇവർക്ക് ജാതകത്തിൽ നല്ല ഗുണമുണ്ടെങ്കിൽ, ജാതകപരമായിട്ട് ഇവർക്ക് നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷുഫലം അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷഫലം മാറ്റിവെക്കാം, അല്ലേ? ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം പൊതുവേ ഗുണമാണ് എന്ന് പറയാം. ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടക്കാൻ സാധിക്കും. കുടുംബത്തിൽ ദാമ്പത്യ സുഖവും ഉണ്ടാകും, മാതൃഗുണം ഉണ്ടാകും, ബന്ധുജന സഹായങ്ങൾ ഉണ്ടാകും, സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ വിഷുഫലം കൊണ്ട്. രേവതി നക്ഷത്രം 7.5 ശനി സമയമാണ്. എന്നിരുന്നാലും ഗോചരപരമായി മറ്റു കാര്യങ്ങൾ കൂടി ചിന്തിക്കുമ്പോൾ രേവതിക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യേണ്ടതാണ്. പല കാര്യങ്ങളും ഇവർക്ക് നടക്കാം അല്ലെങ്കിൽ നടക്കും. തടസ്സങ്ങൾ മാറിക്കിട്ടും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് കർമ്മ പുരോഗതി ഉണ്ടാകും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകാം. കാര്യവിജയം ഇവർക്കുണ്ടാകും. ബന്ധുജന സഹായം ഇവർക്ക് കിട്ടും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. പ്രശംസയും ജനപ്രീതിയും ഇവർക്കുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇവർക്ക് ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടും. ഉന്നത സ്ഥാനമാനങ്ങൾ ഈ പൊതുപ്രവർത്തകർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രക്ക് പോകാൻ അവസരം വരും. സ്വദേശത്ത് നിന്നും മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ഇതെല്ലാം 2024 വിഷുഫലത്താൽ ഗോചരഫലമായി ഉണ്ടാവുന്ന സാമാന്യ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം.